ഒപ്പീസ് സിനിമയുടെ മൂവി ലോഞ്ചാണ്. ആകർഷൻ എന്റർടൈൻമെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ബാനറിൽ ആരംഭിക്കുന്ന സിനിമയായിരിക്കും ഒപ്പീസ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഷൈൻ, എന്താ പറയാ, ഒരു പുതിയ സിനിമയാണ്, കൂട്ടായ്മയുടെ സിനിമയാണ്, സൗഹൃദങ്ങളുടെ സിനിമയാണ്. പക്ഷെ ഇതിലെ ഒപ്പീസ് എന്ന സിനിമയെ പറ്റി എല്ലാവർക്കും ഇത് പുതിയൊരു വിശേഷമായിരിക്കും. ഷൈൻ, എന്താണ് ഈ സിനിമയെ പറ്റി പറയാനുള്ളത്? ഇവിടെ വന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. കാരണം ഇന്ന് വലിയൊരു ഫംഗ്ഷൻ അപ്പുറത്ത് നടക്കുന്നുണ്ട് ഓസ്കാറുമായി ബന്ധപ്പെട്ടിട്ട്. ഓസ്കാർ നമുക്കിന്നും ഒരു വിദൂര സ്വപ്നമാണ്. അതിനിടയിൽ ഈ ഒരു ചെറിയൊരു മൂവിയുടെ ലോഞ്ച്, ഒപ്പീസ് എന്ന പേരിൽ സോജൻ ഡയറക്റ്റ് ചെയ്യുന്നത്. അതിൽ ഞാനിങ്ങോട്ട് വന്ന് കയറിയ സമയത്ത് ജയചന്ദ്രൻ സാറിനെ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി. കാരണം ഞാൻ ആദ്യമായിട്ടൊരു ക്യാരക്ടർ ചെയ്ത ഗദ്ദാമ എന്ന് പറയുന്ന ചിത്രത്തിലെ സാറ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഷൈനിലെ എനിക്ക് ഒരു സ്പാർക്ക് കാണാം എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അന്ന് എനിക്കൊരു പേന തന്നിരുന്നു പുള്ളി ഗിഫ്റ്റായിട്ട്. സാർ ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല. ഗദ്ദാമയുടെ 50-ാം ദിവസം ആഘോഷിക്കുന്ന സമയത്ത് ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് അത് വളരെ വലിയൊരു പ്രോത്സാഹനമായിരുന്നു. കാരണം ഒരു ആക്ടർ ഉണ്ടാവുന്നത് ഒരിക്കലും ഇൻഡസ്ട്രിയുടെ സപ്പോർട്ട് കൊണ്ടല്ല, വേറെ ഏതൊരു പ്രൊഫഷനിലും അല്ലെങ്കിൽ വേറെ ഏതൊരു ക്രൂ ആണെങ്കിലും, ക്യാമറമാൻ ആണെങ്കിലും, എഡിറ്റർ ആണെങ്കിലും, ഡയറക്ടർ ആണെങ്കിലും, അവർക്കൊക്കെ അസിസ്റ്റൻ്റായി നിന്നുകൊണ്ട് ഇൻഡസ്ട്രിയിൽ വളരാനുള്ള അവസരമുണ്ടെങ്കിൽ ഒരു ആക്ടറിന് മാത്രമാണ് ഒരു ആക്ടറിൻ്റെ അസിസ്റ്റൻ്റായി നിന്ന് പോലും വളരാനുള്ള അവസരമില്ലാത്തത്. ഒരു ആക്ടർ ഉണ്ടാവുന്നത് അയാളുടെ തന്നെ ഒരു ഒറ്റ ബുദ്ധിക്ക് ഇറങ്ങി പുറപ്പെടുകയും അയാളുടെ തന്നെ കുറേ സ്വപ്നങ്ങളും ഭ്രാന്തും കൊണ്ട് തന്നെ എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ ഉണ്ടായി വരുന്നതാണ്. അതിപ്പോൾ മമ്മൂക്കയാണെങ്കിലും ലാലേട്ടനാണെങ്കിലും അമിതാഭ് ബച്ചനാണെങ്കിലും നമ്മൾ ആക്ടേഴ്സ് ഓരോരുത്തരാണെങ്കിലും ആരുടെ കീഴിൽ നിന്ന് പഠിക്കാൻ പറ്റില്ല. ബാക്കി എല്ലാത്തിനും ആരുടെയെങ്കിലും കീഴിൽ നിന്ന് ഒരുപാട് കാലം പഠിച്ച് നമുക്ക് സിനിമയിൽ ആരെങ്കിലും ഒക്കെ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് എത്തിപ്പെടാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ആക്ടർ മാത്രം അയാളുടെ മാത്രം ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരു ആക്ടറിന് ഒരു അവസരം കിട്ടുന്നു, ഒരു പടത്തിൽ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്നു, അത് ആളുകളിലേക്ക് എത്തുന്നു, ഇഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ള സമയങ്ങളിൽ ഇങ്ങനെയുള്ള പ്രോത്സാഹനങ്ങൾ. പണ്ടൊരിക്കലും ഒരു IPS കാരൻ പറഞ്ഞത് ഓർമ്മയുണ്ട്, കലാകാരന്മാർക്ക് അല്ല ഇവിടെ അവാർഡ് കൊടുക്കേണ്ടത് പാടത്ത് കൃഷി ചെയ്യുന്നവർക്കാണ്. പാടത്ത് കൃഷി ചെയ്യുന്നവർക്ക് അവരുണ്ടാക്കുന്ന ഫലത്തിന് നല്ല കാശാണ് കൊടുക്കേണ്ടത്, അവാർഡല്ല കൊടുക്കേണ്ടത്. അവാർഡ് കലാകാരന്മാർക്ക്.
ആ ഒരു അവാർഡിന്റെ പേരിലാണ് അവന് ഒരുപാട് കാലം മുന്നോട്ട് പോകാനുള്ള മൈലേജ്. അവന് കുറെ കാശ് കൊടുത്തുകൊണ്ട് കാര്യമില്ല. കർഷകന് അവനുണ്ടാകുന്ന ഫലത്തിന് കാശും കലാകാരന് അവാർഡും, അതാണ് ശരി. അല്ലാതെ IPS ബുദ്ധിയിലുണ്ടാവുന്ന ഈ ഒരു തോന്നലുകളൊക്കെ എന്താണെന്ന് അറിയില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രോത്സാഹനത്തിന്റെ മുകളിലാണ് നമ്മളൊക്കെ പിടിച്ച്, ഞാൻ പറഞ്ഞ ജേഡൻ അന്ന് തന്ന ഒരു പ്രോത്സാഹനം. പിന്നെ നിങ്ങൾ ഓരോരുത്തരും ഓരോ പടങ്ങൾ കഴിയുമ്പോഴും, അതിനുശേഷം ഭീഷ്മ കഴിഞ്ഞു, ഒരു ആക്ടറിന് അഹങ്കരിക്കാവുന്ന എല്ലാ രീതിയിലും, ഒരു വ്യക്തിക്ക് അഹങ്കരിക്കാവുന്ന രീതിയിലെല്ലാം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ആട്ടങ്ങളാടി. അത് കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടു, കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടില്ല, കുറെ പേർക്ക് അതിലെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോഴും ഞാൻ എന്തൊക്കെയോ അടിച്ചത് കൊണ്ടും അടിക്കാത്തത് കൊണ്ടും എന്നൊക്കെയാണ് പറയാൻ. ആളുകൾ എൻ്റെ ഇന്റർവ്യൂ കണ്ടിട്ട് പറയും, മുന്നത്തെ ഷൈൻ ടോം ചാക്കോ അല്ല, ഒരുപാട് മാറി. അപ്പൊ മുന്നേ ഞാൻ ഒരിക്കൽ പിടിക്കപ്പെട്ടത് അടിക്കാത്തത് കൊണ്ടാണ്, അടിക്കാതിരുന്ന കാലത്താണെന്ന് സംഭവിച്ചപ്പോൾ അല്ലേ, ഇപ്പോഴാണ് അടിക്കുന്നുള്ളൂ. അപ്പൊ അടിക്കാത്ത ഒരാളെ പിടിച്ചൊരു കൂട്ടിലാക്കി അടിക്കുന്നവനാക്കി തീർത്തു. അതിനാരും ഉത്തരവാദിത്വം പറയുന്നു? ഈ പറയുന്ന നിയമങ്ങളും നിയമപീഠങ്ങളും അതിന് ഉത്തരം തരുമോ? ഇവിടെ അകത്ത് കിടക്കുന്നവരാണെങ്കിലും പുറത്ത് കിടക്കുന്നവരാണെങ്കിലും അധികവും ഇതുമായി ബന്ധപ്പെടാത്തതും നിരപരാധികളുമാണ്. ഒരിക്കൽ അകത്ത് കടന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് ഒരിക്കലും നേരെയാവാനുള്ള ഒരു അവസരം പോലും സമം കൊടുക്കില്ല. വീണ്ടും ഒരു IPS കാരൻ പറഞ്ഞത് ഞാൻ കേട്ടു, ഇവനൊക്കെയാണോ ഇപ്പൊ സിനിമയിലെ വലിയ ആള്? ഏത് പണ്ട് കൊക്കൈൻ കേസിൽ പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. പണ്ട് കൊക്കൈൻ കേസിൽ പിടിക്കപ്പെട്ടു, അതിന് ശിക്ഷ അനുഭവിച്ച് പുറത്തു വന്നാൽ അയാൾ നല്ലതാവുന്നത് സമൂഹത്തിന് കാണാൻ പറ്റാത്തൊരവസ്ഥ. പിന്നെ എന്തിനാണ് പനിഷ്മെന്റ്? ഒരാൾ ഒരു കുറ്റം ചെയ്ത് പനിഷ്മെന്റ് കിട്ടി പുറത്തു വന്ന് നന്നാവുന്നതിന് വേണ്ടിയിട്ടല്ലേ ഈ പനിഷ്മെന്റ് കൊടുക്കുന്നത്, അല്ലേ? അപ്പൊ നന്നാവുമ്പോ പറയാ ഇവനൊക്കെ എന്തിനാ നന്നായതെന്ന്. അങ്ങനെയുള്ളവർ നിയമങ്ങൾ പാലിക്കാൻ വേണ്ടി നിയമം കൈകാര്യം ചെയ്യുന്ന നാട്ടില് എങ്ങനെയാ കുറ്റകൃത്യങ്ങൾ കുറയാ? ഞാൻ വെറുതെ തമാശക്ക് പറയും, കസ്റ്റമർ ഇസ് ദ കിങ്. സോ കുറ്റങ്ങൾ ചെയ്ത് കോടതിയിൽ വരുന്നവരാണോ കസ്റ്റമർ? ആണോ? ഹൂ ഇസ് ദ കസ്റ്റമർ ഇൻ കോർട്ട്? എന്നെ സംബന്ധിച്ചൊക്കെ വളരെ ഡിഫിക്കൽട്ട് ആൻസർ ആണ് പറയേണ്ടത്. പക്ഷെ ഷൈൻ, എനിക്ക് തോന്നുന്നു ഷൈൻ ഇത്രയും ഓപ്പൺ ആയിട്ട് ഈ ഇടയ്ക്ക് സംസാരിച്ചല്ലോ. സംസാരിച്ചല്ലോ, ഞാൻ എനിക്ക് തോന്നുന്ന കാര്യങ്ങള്, ഞാൻ ചിന്തയിൽ വരുന്ന കാര്യങ്ങൾ സംസാരിക്കും. അപ്പൊ നമ്മൾ ഈ പടത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സോറി. അപ്പൊ സോജൻ എന്റെ അടുത്ത്, ഞാനും സോജനും തമ്മിൽ ഇതിനു മുന്നേ കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് പറയുന്ന ഒരു ചിത്രവുമായി ബന്ധപ്പെട്ടിട്ട്, ഇത് സോജന്റെ രണ്ടാമത്തെ ചിത്രമാണ്. അതിനുശേഷം സോജനിൽ വന്ന മാറ്റം, ലുലു ഫാഷൻ വീക്ക് ഡയറക്ട് ചെയ്യുന്നു. അതിലും അതിശയിപ്പിച്ചത് സോജന്റെ മകൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് സോജനേക്കാൾ സ്മാർട്ടായി ഒരു പക്ഷെ, അല്ലേ? ഇത്രയും വലിയൊരു മകളുണ്ടെന്ന് ഞാൻ അപ്പോഴാണ് അറിയണം. ഇന്ന് ഇന്ത്യയിൽ എത്രാമത്തെ റാങ്കാണ് MBA അല്ല BBA? എത്രാമത്തെ റാങ്ക്? 10 റാങ്ക് കിട്ടി. വിദേശ അല്ല 10 തള്ളണതാണ്. അപ്പോ എൻ്റെ കൂടെ ദസറയിലുണ്ടായിരുന്ന, എൻ്റെ പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഞാനാൽ വധിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹം ഒരു മലയാള പടം ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് മലയാള പടത്തിൽ അഭിനയിക്കാൻ വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു, അല്ലേ? മലയാളം അറിയില്ല, എനിക്കാണെങ്കിൽ ഇംഗ്ലീഷും അറിയില്ല, തെലുങ്കും അറിയില്ല. തെലുങ്കിൽ ആകെ അറിയണ ఆడు నీకు సూరిగా నచ్చి పెళ్లి చేసండి, నేను పెళ్ళైన రాత్రి సీర చూడముడిలేన వీళ్ళ గొప్ప. അത് ഐ ആം ടോക്കിംഗ് അബൌട്ട് യുവർ ക്യാരക്ടർ. ఆడు నీకు సూరిగా నచ్చి పెళ్లి చేసండి, പെടലേന രാത്രി ചീര ചൂടമുള്ളേന. അതായത് കീർത്തിയുടെ സാരിത്തുമ്പ് തൊടാൻ അനുവദിച്ചില്ല എന്ന് തന്നെ. അതിനു മുന്നേ എപ്പോഴും ഗൊപ്പ. ഞാൻ എന്റെ മഹത്വത്തിനെ കുറിച്ച് പറയാണ്, ആരുടെ അടുത്ത്? കീർത്തിയുടെ അടുത്ത്. ആ ഒരു ഡയലോഗാണ് എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റുന്നുള്ളൂ കറക്റ്റായിട്ട്. പിന്നെ ദേവരയില് അധികം ഡയലോഗും ഇല്ല. അപ്പോ പിന്നെ ദർശനായിട്ട് ഒരു പടം ചെയ്തിരുന്നു,
ഹിമാചലിൽ കിടന്നിട്ട് അല്ലേ, അയൽ എന്ന് പറഞ്ഞൊരു ചിത്രം, ഞാനും ആനും മുരളിച്ചേട്ടനും ഒക്കെ. അപ്പോൾ ഇത് സിനിമയില് ആത്മാവുള്ള കഥ എന്ന് പറയില്ലേ, അതേപോലെ ഒരു ആത്മാവിനെ പറ്റിയിട്ടാണ് ഈ ചിത്രം. ബാക്കിയെല്ലാം എങ്ങനെ വരുമെന്ന് അറിയില്ല. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയൻ ജോ ഇതിൽ അഭിനയിക്കുന്നുണ്ട് ഒരു ക്യാരക്ടർ. അപ്പോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് എനിക്ക്. അവൻ എന്തൊക്കെയാണ് എനിക്ക് ഇതിലെ പടക്കോപ്പുകളുമായി വരുന്നതെന്ന് എനിക്കറിയില്ല. ഇവര് നേരത്തെ ഡിസ്കഷൻ തുടങ്ങിയിട്ടുണ്ട് സോജനും ജോഗുണ്ടും ഒക്കെ. അപ്പൊ ഞാൻ ജോഗുന്റെ അടുത്ത് ചോദിക്കും, ജോഗുണ്ട് എന്താണ് കഥ, എന്താണ് ഐഡിയ? അപ്പൊ അവൻ പറയും നല്ല പരിപാടിയാണ്. പിന്നെ സോജനോട് പറഞ്ഞു നമുക്കൊന്ന് ഇരിക്കണം. ഞാൻ നേരത്തെ ചോദിക്കാത്ത എന്താന്ന് പറഞ്ഞാൽ, നേരത്തെ ചോദിച്ചിട്ട് ആറിയ കഞ്ഞി പഴങ്കഞ്ഞി ആവാതിരിക്കുക അല്ലേ, അതിനോടനുബന്ധിച്ച് ചോദിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ എന്തായാലും ഇന്നു മുതൽ നമ്മൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് ഏറ്റുമുട്ടാൻ തുടങ്ങും. സന്തോഷമായിട്ട് ക്യാമറ ചെയ്യാൻ വരുന്നുണ്ട് എന്ന് കേട്ട് കുറെ കാലമായി പറയണം, സന്തോഷമായിട്ട് വരും, സന്തോഷമായിട്ട് വരും, സന്തോഷമായിട്ട് വരും. സന്തോഷമായിട്ടിനെ കണ്ട് വളരെയധികം സന്തോഷം. ഒരു ചിത്രം ആദ്യം കാണുന്നത് ക്യാമറമാനാണ്. ക്യാമറമാൻ്റെ ആംഗിളുകളിലൂടെയാണ് ഒരു ചിത്രം ഉണ്ടാകുന്നത്, പുതിയൊരു ചിത്രം, പുതിയ ആംഗിളുകളും എല്ലാം. അപ്പം നമുക്ക് നല്ലൊരു ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കാം. എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാവണം. താങ്ക് യു. Thank you so much, Shine. Thank you. All the best. Thank you. Oppi's, how did it happen? First of all, thank you very much for all the love and the support, and thank you for all the media people for gracing this event, and very very happy to be part of this project, working with Jaychandran sir and working with Santosh sir. It's an honor for me. Me being a Kannada guy, Kannada boy from Karnataka, looking towards Malayalam film. Actually, the whole India looks towards Malayalam cinemas for its great scripts, the great performance, and the way the cinema has been made. We keep talking about Malayalam cinemas, how they do this kind of film, and today I'm right in front of you doing a Malayalam film. So I'm very very blessed and I'm very thankful. And this is happening because of my director Saujan sir. He came, he narrated me the story, and he saw me in the character before I saw myself. So he's like, you can do this. And because I don't know the language also, so but he supported me throughout, and he sent me all the audios of the dialogues and everything, and I've been preparing for that. So thank you very much sir, and thank you Pradyumna sir for believing in me and giving me this opportunity. And last but not the least, thanks for all the Malayalam audience, because as you said, Diya, Dasara, because of the love and support you guys giving, it made me stand here and talk to you and do this Malayalam film today. So I really promise that I really work hard and make you all proud, and I hope that this journey continues for a very long time. So I would love to be part of Malayalam films. Thank you very much. Thank you so much, Dikshit. And tell us something which comes to your mind when you think of Malayalam cinema. Like any movies comes to your mind, or any actors comes to your mind whenever you think of Malayalam cinema. I started watching Malayalam film from Premam Bangalore days. It started from there, and now I think I've seen in number of Malayalam films. And the one thing always mesmerizes me is the realistic approach towards the cinema making, and I love the most. So that's the thing I love the most about Malayalam films, and the way the scripts has been written. So that is the one thing that always, when I say Malayalam, the first thing comes to my mind is script. The importance the industry gives to the script. So that is one thing that always comes to my mind. One more thing which I noticed in all the reels is like ദീക്ഷിത്തിനെ നമ്മൾ കാണുമ്പോൾ എങ്ങനെയാണെങ്കിലും സിനിമയിലെ ഓരോ കട്ടിലും ഷോർട്സിലും ഒക്കെ വളരെ ഡിഫറെന്റ് ആയിട്ടാണ് ദീക്ഷിത്ത്. എനിക്ക് തോന്നുന്നു ഞാൻ പോലും ദീക്ഷിത്തിനെ നേരിട്ട് കണ്ടപ്പോൾ ഈ ക്യാരക്ടേഴ്സിന്റെ റിഫ്ലക്ഷൻസ് വേറെ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് യു ആർ ഗോയിങ് ത്രൂ എ വണ്ടർഫുൾ ചേഞ്ച് ഓവർ ഇൻ ഓൾമോസ്റ്റ് ഓൾ ദ ക്യാരക്ടേഴ്സ് വിച്ച് യു ഡു. So welcoming once again to Malayalam cinema. Wish you more running success over here. Thank you for being part. We look forward for the success celebration of Oppi's very soon. Yes sir, thank you very much, and Chanko sir, thank you. You said something I didn't understand. No, what you said? Next time when I'm coming here, I'll make sure that I understand Malayalam and I also speak Malayalam on the stage. What he was telling was like, because the Kirti Suresh dialogue, no? Yeah, he was the one who didn't allow you to get Kirti, right? So he was telling that. So I have come here. He didn't allow you to touch this. And now I've come here to take a revenge now. Yes, thank you sir. Thank you so much. Thank you very much. Thank Guys, a round of applause for the very charming Dikshit Shetty, so Malayalam.
ഒപ്പീസ് എന്ന ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിക്കാം ദർശന? എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, എനിക്ക് ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. കാരണം ഇത്രയും ഞാൻ വരുന്നത് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അറിയാം, ലാൽ സാർ ഒരു റിയാലിറ്റി ഷോയിലൂടെയാണ് എന്നെ സെലക്ട് ചെയ്യുന്നതും. ഒരു സിനിമ എന്ന് പറയുന്നത് എന്നെ പോലെ ഒരാൾക്ക് സ്വപ്നം കാണാവുന്ന ഒന്നല്ല. പക്ഷെ ഞാനിപ്പോൾ എത്തി നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നു, ഒരുപാട് സന്തോഷം തോന്നുന്നു. താങ്ക് യു സോജൻ സാർ ആൻഡ് പ്രദ്യുമ്ന സാർ ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. അതുപോലെ തന്നെ എൻ്റെ ഫസ്റ്റ് മൂവിയുടെ മ്യൂസിക് ഡയറക്ടർ വിദ്യാ സാർ ആയിരുന്നു. എനിക്ക് പാട്ടെന്ന് പറയുന്നത് ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ ജയചന്ദ്രൻ സാർ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്. പല സമയത്ത് നമുക്ക് ഡൗൺ ആയിട്ടിരിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ മ്യൂസിക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നെ. താങ്ക് യു സാർ. സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ എൻ്റെയൊക്കെ ആ ഒരു, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും, കുച്ചു കുച്ചു ഹോത്താങ്ങയൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു നൊസ്റ്റാൾജിക് മൂവിയാണ്. അതിൻ്റെ DOP ആയിട്ടുള്ള സന്തോഷ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അപ്പം സന്തോഷത്തിൻ്റെയും ഇമോഷൻസിൻ്റെയും പല പല ഘട്ടത്തിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ഷൈൻ ചേട്ടൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തു. ചേട്ടൻ ഓൾറെഡി പറഞ്ഞു ഞങ്ങളുടെ മൂവി റിലീസ് ആകുന്നതേ ഉള്ളൂ. പിന്നെ ദിയ ദശരയിലൂടെയുള്ള ദീക്ഷിത് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. താങ്ക് യു ദർശന, ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യു. താങ്ക് യു. ചിത്രത്തിലേക്ക് സന്തോഷ് ചേട്ടനെ പല ഒക്കേഷൻസിൽ ബോംബെയിലും ഒക്കെ പല ഫംഗ്ഷൻസിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ലോഞ്ച് ഭയങ്കര സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചാൽ പറയാൻ എനിക്ക് എളുപ്പമാണ്, അല്ലാതെ മയക്കുന്നത് എനിക്ക് പറയാൻ ഭയങ്കര പാടാണ്. സന്തോഷ് സാർ, ഇവിടെ എല്ലാവരും സന്തോഷ് സാറിന്റെ കട്ട ഫാൻസ്. എനിക്ക് ഇതിനെ ഓരോ ആക്ടേഴ്സും അവര് ആലോചിക്കുന്നത് സന്തോഷ് സാറിന്റെ ഫ്രെയിംസിൽ ഓഫീസിൽ വരുന്നതിനെ പറ്റി ആയിരിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. വിശേഷങ്ങൾ പറയാം. First of all, thank you Sojan, thank you Pradyuman sir for giving this opportunity. പിന്നെ ഇത് ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സോജനും കൂടെ പരിചയപ്പെട്ടിട്ട് കുറേ കാലമായി. പിന്നെ കൂടാതെ എൻ്റെ നാട്ടുകാരനും കൂടെയാണ് സോജൻ. അപ്പോൾ വേറെ സിനിമകളൊക്കെ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ചെയ്യാനായിട്ട്. ഇത് സ്ക്രിപ്റ്റൊക്കെ അയച്ചു തന്നു. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ വളരെ വ്യത്യസ്തമായൊരു കഥയായിട്ട് എനിക്ക് തോന്നി. അപ്പം പിന്നെ പെട്ടെന്ന് ഇതിലേക്ക് ഇറങ്ങിയായിരുന്നു. എനിക്കൊന്ന് ബോളിവുഡിലെ ഹിന്ദി സിനിമകളുടെ തിരക്കുകളിൽ നിന്നാണോ മലയാള സിനിമയിൽ നിന്ന് എപ്പോഴും മാറാനായിട്ട് ഷെഡ്യൂൾസ് വലുതായതുകൊണ്ടാണോ? അതുകൊണ്ട് അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അവിടെ എപ്പോഴും ഒരു സിനിമ ഒരു വർഷമൊക്കെ എടുക്കും തീർച്ചയായിട്ടും. അത് 1 മാസം 2 മാസം ആയിട്ട് ഇങ്ങനെ പോകും. എപ്പോഴും നമുക്ക് മലയാളത്തിൽ വന്ന് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്, ഇവിടുത്തെ ഭക്ഷണം കഴിക്കാം ഇതെല്ലാം ഉണ്ട്. പക്ഷെ അതിനുള്ള ഈ പറഞ്ഞൊരു പ്രശ്നമുള്ളതുകൊണ്ട് പലപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട്. അല്ലെങ്കിൽ എപ്പോഴും മലയാള സിനിമ ചെയ്യണമെന്നുള്ള വലിയ ആഗ്രഹമുണ്ട്. ഒരു കൗതുകത്തിന്റെ പേരിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ചോദിക്കാം. വരുന്നില്ല, ഇപ്പോൾ ഷാറുഖ് ഖാനെയും അക്ഷയ് കുമാറിനെയും എന്താ പറയുക, ലൈക്ക് ഹൃതിക് റോഷനെയും അജയ് ദേവ്ഗണിനെയും ഇവരുടെയൊക്കെ ഫേസിൽ ക്യാമറ വെക്കുമ്പോഴും തൊട്ടിപ്പുറത്തെ സൈഡിൽ ലാലേട്ടൻ്റെ ഫേസിൽ ക്യാമറ വെക്കുമ്പോഴും എന്തെങ്കിലും അതിലൊരു ആക്ടേഴ്സിൽ ക്യാമറ വെക്കുമ്പോൾ ഡിഫറൻസസ് എവിടെയെങ്കിലും ആസ് എ സിനിമാറ്റോഗ്രാഫർ ഫീൽ ചെയ്തിട്ടുണ്ടോ? ആക്ടേഴ്സ് എന്ന രീതിയിൽ ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ 2 ആക്ടേഴ്സ് എന്നെ അത്ഭുതപ്പെട്ട ആക്ടേഴ്സ്, ഒന്ന് ലാലേട്ടനും അമിതാഭ് ബച്ചനാണ്. അതായത് പല രീതിയിലും അവരുടെ പല പങ്ക്ച്വാലിറ്റി, സെറ്റിലെ നമ്മളെ കംഫർട്ടബിൾ ആക്കി എല്ലാ യൂണിറ്റിനെയും കൊണ്ട് വളരെ സന്തോഷകരമായിട്ട് ഷൂട്ടിംഗ് കൊണ്ടുപോകുന്നൊരവസ്ഥ. അങ്ങനെ ഈ 2 ആക്ടേഴ്സ്, ലാൽ സാർ, അമിതാഭ് ബച്ചൻ, ഇവർ രണ്ടുപേരും ഒരു സ്പെഷ്യലാണ്. ഇതിനപ്പുറത്തേക്ക് ഇനി പേരുകൾ ഇന്ത്യൻ സിനിമയിലും ഇല്ല. താങ്ക് യു സോ മച്ച് സന്തോഷ്. And we wish you all the best and looking forward to do more Malayalam movies. സന്തോഷ് സാറിന്റെ പുതിയ എന്താ പറയുക, വലിയ ഫിലിം സിനിമാറ്റിക് ഫ്രെയിംസ് ഓഫീസിൽ ഉണ്ടാവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഓരോ സിനിമയും ഓരോ സ്വപ്നം പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല സ്വപ്നം കാണുന്നത്, എൻ്റെ ഡയറക്ടറിലൂടെ സ്വപ്നം കാണുകയും ആ സ്വപ്നം 2 പേരും കൂടെ സഫലീകരിക്കുകയും ചെയ്യുമ്പോഴാണ് അതിൽ ഏറ്റവും നല്ല പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഉണ്ടാകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് സ്വപ്നം കണ്ടിരിക്കുന്ന ഒരാൾ എൻ്റെ മുന്നിൽ ഇരിപ്പുണ്ട്. സോജൻ 10 വർഷമായിട്ട് ഈ സിനിമ സ്വപ്നം കാണുന്നുണ്ട്. അപ്പോൾ അത് സാക്ഷാത്കരിക്കാൻ തുടങ്ങുന്ന ഒരു വണ്ടർഫുൾ ഡേ ആണ് ഇന്നുള്ളത്. അപ്പോൾ അതിന് സോജൻ്റെ കൂടെ ഞാൻ കട്ടയ്ക്ക് കൂടെ ഉണ്ട് എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു.
Thank you, Pradyumna sir, for inviting me to compose music for this film. Thank you so much. ഒപ്പീസ് ഞാൻ എപ്പോഴും വിചാരിക്കും, അല്ലെങ്കിൽ പറയാറുണ്ട്, അതായത് ഞാൻ എൻ്റെ വാക്കുകൾ കൊണ്ട് സംസാരിക്കുകയല്ല വേണ്ടത്, എൻ്റെ സംഗീതം എനിക്ക് വേണ്ടി സംസാരിക്കണം. അത് സംസാരിക്കുന്നിടത്തോളം ഞാൻ സിനിമയിൽ സംഗീതം ചെയ്തുകൊണ്ടിരിക്കും. ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും എന്ന് കാണുന്നു. അപ്പോൾ ഒപ്പീസ് അങ്ങനെ എൻ്റെ അടുത്തേക്ക് വന്ന എൻ്റെ ഏറ്റവും പുതിയ സ്വപ്നമാണ്. ആ സ്വപ്നത്തെ ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു, ആത്മാവിനോട് ചേർത്ത് വയ്ക്കുന്നു. 5 പാട്ടുകൾ ഇതിൽ ജനിക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. പിന്നെ ഷൈൻ, ഇന്നലെയും ഷൈനെ കുറിച്ച് അഭിമാനം, ഇന്നും ഷൈനെ കുറിച്ച് അഭിമാനം, നാളേക്കും ഷൈനെ കുറിച്ച് അഭിമാനം. വന്ന വഴികളിൽ ഇന്നലെ കുറിച്ച് മറന്നു പോകുന്നവരാണ് മിക്കവരും. പക്ഷേ അങ്ങനെ മറക്കാതെ നന്മ കിടാവിളക്ക് പോലെ സൂക്ഷിക്കുന്ന ഒരു മനസ്സ് ഷൈനുണ്ട് എന്നുള്ളതിൽ ഒരുപാട് സന്തോഷിക്കുന്നു. ഒരു ചേട്ടൻ എന്നുള്ള രീതിയിലും അതേസമയം ഈ സിനിമയുടെ മ്യൂസിക് കമ്പോസർ എന്നുള്ള രീതിയിലും. താങ്ക് യു സോ മച്ച്. വെൽക്കം ടു മലയാളം സിനിമ. ദീക്ഷിത്, നമുക്ക് അഭിമാനമാണ് നമുക്ക് മലയാള സിനിമയ്ക്ക് ദീക്ഷിത് വരുന്നെന്നുള്ളത്. ദാറ്റ് ഇസ് ഗ്രേറ്റ്. ഹാവ് എ ഗ്രേറ്റ് ടൈം ഹിയർ. ആൻഡ് ഒരുപാട് സിനിമകളുടെ മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവും. Hope in future you become a part of many a Malayalam film. All the best. And Darshana, thanks for your words. And സന്തോഷ് ജിയായിട്ട് വർക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. ഞാൻ ഒരുപാട് ആരാധിക്കുന്ന കലാകാരനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനോട് ആദ്യമായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഈ സ്വപ്നം കാണാൻ എൻ്റെ കൈ പിടിച്ച് നിൽക്കുന്ന, ഒരുപക്ഷെ സംഗീത സംവിധായകൻ എന്നുള്ളതിൽ ഉപരി ഒരു ചേട്ടനായിട്ട് എന്നെ കാണുന്ന, ഞാൻ ഹരി എന്ന് കൃഷ്ണനും കൂടെ ചേർത്ത് കറക്റ്റായിരിക്കും, ശ്രീ PK ഹരിനാരായണൻ. ഹരിയുടെ ടാലൻറ്റിനെ കുറിച്ചൊന്നും ഞാൻ സംസാരിക്കേണ്ട ആവശ്യമില്ല. അത് ഹരി കൊണ്ടുവന്നിരിക്കുന്ന സ്പെഷ്യലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലെ പാട്ടുകളിൽ വന്ന് ചേർന്നിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അത് നിങ്ങളിലേക്കും എത്തും. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എൻ്റെ സംഗീതം എനിക്ക് വേണ്ടി നിരന്തരമായി സംസാരിക്കും. അത് ഒപ്പീസിൽ പ്രത്യേകമായി സംസാരിക്കും. താങ്ക് യു. നമസ്കാരം. ഇരിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് അടുത്ത സുഹൃത്തുക്കൾക്കെല്ലാം അറിയാം, ഈ സിനിമയിൽ നശാന്തി തല കയറിയതിനു ശേഷം ബാങ്കിലെ ജോലിയും കളഞ്ഞിട്ട് ഇറങ്ങിയ സമയം മുതൽ കൂടെയുള്ളവരാണ് ഇതിൽ കാണുന്ന പകുതി കൂടുതലും ആളുകൾ ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ മലയാളത്തിൽ എപ്പോഴെങ്കിലും തിരിച്ചു വരണം, സ്വന്തമായി കഥ എഴുതി ഒരു സിനിമ സംവിധാനം ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഒരുപാട് കാലമായിട്ടുണ്ട്. അപ്പം ഏകദേശം 10 വർഷമായെന്ന് കേന്ദ്രൻ സാർ തന്നെ പറഞ്ഞു. പക്ഷെ ഞാൻ എപ്പോഴും കാത്തിരുന്ന ഒരു കാര്യത്തിനാണ്, ഷൈൻ പറയുന്നത് ഇതിൻ്റെ 2ാമത്തെ കുത്താണ്, ഈ കുത്തിൽ കുത്തി മലത്തേക്കണമെന്ന്. അപ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് കാത്തിരുന്ന് കിട്ടിയ ഒരു അവസരമാണിത്. ഞാൻ ആദ്യമായിട്ട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പ്രൊഡ്യൂസറിനാണ്. സർ, താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. യു കെപ്റ്റ് മീ ഓൾവേസ് ബിസൈഡ് യു ലൈക്ക് എ യങ്ങർ ബ്രദർ, ഫ്രണ്ട്. എൻ്റെ ഈ ആഗ്രഹം പറഞ്ഞപ്പോൾ തന്നെ സാറിനോട് പറഞ്ഞു, കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഈ ആഗ്രഹം ഡെയിലി കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം വി ഹാവ് ബീൻ വർക്കിംഗ് ഫ്രം പാസ്റ്റ് 18 ഇയേഴ്സ് ഓൾമോസ്റ്റ്. അപ്പോൾ കുറേ വർഷങ്ങളായി ഞങ്ങൾ ഒന്നിച്ച് സിനിമകളും കാര്യങ്ങളും പരസ്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാ ദിവസവും സാറിനോട് പറയും, ഓൾമോസ്റ്റ് എവറി വീക്ക് ഐ സേ, സർ ഐ വാണ്ട് ടു ഡു സംതിങ്, ഐ വാണ്ട് ടു ഡു സംതിങ്. ലാസ്റ്റ് മടുത്തിട്ടാണെങ്കിലും സാർ ഒരു അവസരം തന്നു. അപ്പോൾ 2.5 വർഷം എടുത്തു ഇതിൻ്റെ കഥ പൂർത്തിയാക്കുവാനായിട്ട്. ഒപ്പീസ് എന്ന് പറയുമ്പോഴത്തേന് എന്താണ് ഒപ്പീസിനെ കുറിച്ച് പറയേണ്ടത്? ഇത് എഴുതാൻ എടുത്ത സമയത്തിലല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നു വന്ന കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ ഞാൻ കണ്ട കുറച്ച് കാര്യങ്ങളാണ്, എൻ്റെ അനുഭവം മാത്രമാണ് ഒപ്പീസ് എന്ന് പറയുന്ന സിനിമ. അപ്പോൾ പറയുന്നത് പോലെ ചിലരുടെ നിശ്വാസങ്ങളും ചിലരുടെ സഹതാപങ്ങളും ചിലരുടെ സങ്കടങ്ങളും ഒക്കെ നിറഞ്ഞ വഴിയിലൂടെ നമ്മൾ കാണുമ്പോൾ ഇതിൻ്റെ എല്ലാം നടുവിൽ ചമഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതാണ് ഒപ്പീസ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ ഒപ്പീസിനെ വളരെ ഹൃദയത്തോട് ചേർത്ത് ചെയ്തതാണ്. അത് ടെസ്റ്റ് ചെയ്യാനായിട്ടാണ് ആദ്യമായിട്ട് ഞാൻ സന്തോഷേട്ടൻ്റെ കഥ അയച്ചു കൊടുക്കുന്നത്. അപ്പം ഞാൻ അത് സന്തോഷേട്ടൻ്റെ പല കഥകളും ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ബോംബെയിൽ വെച്ചിട്ട്. ചേട്ടാ അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്.
അപ്പോഴൊക്കെ എന്നോട് പറയും കഥയൊക്കെ കൊള്ളാം, പക്ഷേ ഒരു ശകലം അവിടെ ഒരു ശകലം പ്രശ്നമുണ്ട്, ഇവിടെ ഒരു ശകലം പ്രശ്നമുണ്ട്, അത് ചെറുതായിട്ട് കണക്ട് ആയിട്ടില്ല. അങ്ങ് വളരെ സന്തോഷമുള്ള രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കും, എന്നെ പേടിപ്പിക്കാതെ റിജക്ട് ചെയ്തിട്ടില്ല എന്നാണ് സന്തോഷമായിട്ടുള്ള ഏറ്റവും വലിയ നന്ദി. ഒരുപാട് ഞാൻ ആഗ്രഹിച്ചു ഇനിയൊരു സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ഇൻസ്പയർഡ് ആയിട്ടുള്ള സന്തോഷത്തിൻ്റെ കൂടെ ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അവസരം തന്നതിന് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദി. അടുത്തത് ദിസ് മേ ബി എ ഫാൻ ബോയ് മൊമെന്റ്. ഞാൻ ഏറ്റവും ആസ്വദിക്കുന്നത് സംഗീതമാണ്. കാരണം എല്ലാ സംവിധായകന്മാരും വിശ്വാസം എല്ലാ സംവിധായകന്മാരെന്ന് പറഞ്ഞാൽ ഭയങ്കര മൂഡ് സ്വിങ്ങിൻ്റെ ആളുകളാണ്. കഥ കിട്ടിയില്ലെങ്കിൽ വിഷമം, കഥ കിട്ടിയാൽ വിഷമം, ക്ലൈമാക്സ് ആയാൽ വിഷമം, ഇമോഷൻ ആയ വിഷമം. അപ്പോഴൊക്കെ ഈ പറയുന്നതൊക്കെ എന്നെ കൂൾ ഡൗൺ ചെയ്യുന്നൊരു സംഗീതം. എൻ്റെ ഫാമിലി ഉണ്ട്, ഇവരോട് ചോദിച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സംഗീതം ആരുടെയാണെന്ന് ചോദിച്ചാൽ ജയേന്ദ്രൻ സാറിൻ്റെ ആണെന്ന്. ഞാൻ സാറിൻ്റെ അടുക്കൽ ഈ സബ്ജക്റ്റുമായിട്ട് ചെന്നപ്പോൾ സാറിനോട് പറഞ്ഞു സ്ക്രിപ്റ്റ് അയക്കൂ, ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. സോ സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം സാർ രണ്ടാമത് തന്നെ ട്രിവാൻഡ്രത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഞാനിത് ചെയ്യുകയാണ് സോജ എന്ന് പറഞ്ഞു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള മുഹൂർത്തങ്ങളിൽ ഒന്നാണത്. അതുപോലെ തന്നെ കോമ്പോസിഷൻ ഓൾമോസ്റ്റ് എല്ലാം ഞാൻ കേട്ടു. നന്ദി പറയാൻ വാക്കുകളില്ല. എന്നെപ്പോലെ ഒരാളെ കൈപിടിച്ച് മുറുക്കി കൈപിടിച്ച് കൂടെ നിർത്തുന്നതിന് താങ്ക് യു സോ മച്ച് സർ. And Deshit, a wonderful guy. So the first time I just read the story, you really inspired me a lot. And I said, you are the person who do this character. I know how busy you are. Still you gave me the dates. And thank you so much for that. Darsana, we have now worked together. We are going to work together. So welcome to Office. And Shine. എഴുതി വെച്ച് പറയാൻ പറ്റിയിട്ടില്ല. എഴുതി വെച്ചത് ഞാൻ ശരിക്കും ഒരു പ്രസംഗം എഴുതിയൊക്കെ പഠിച്ചുകൊണ്ടൊക്കെ വന്നതാണ്. അപ്പൊ അത് പറയാനായിട്ട് സത്യം പറഞ്ഞാൽ സമ്മതിച്ചില്ല. അയടക്കിരുന്നത് കൊണ്ടത് പറ്റിയില്ല. ഒരുപാട് നന്ദി എനിക്ക് ഈ ഒരു അവസരം തന്നതിന്. ഈ രണ്ടാമത്തെ അവസരം തുടങ്ങിയത് ഷൈനിൽ നിന്നാണ്. തീർച്ചയായിട്ടും അതെ, നിനക്കൊരു പടം ചെയ്യേണ്ടടാ എന്ന് എന്നോടൊരു ചോദ്യം ചോദിച്ചു. അതെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അവിടെ നിന്നാണ് ഒപ്പീസ് ആരംഭിച്ചത്. ഇന്നും എന്നെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്നു. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഷൈൻ. പിന്നെ ഒരാളെ കുറിച്ച് പ്രത്യേകിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാനൊരു സിനിമ ചെയ്യും, ആ സിനിമയിൽ എൻ്റെ സഹോദര സിനിമയിൽ ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞ് ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നത്. എല്ലാ മാസവും വിളിച്ചിട്ട് നമുക്ക് സിനിമ ചെയ്യണ്ടേ മലയാളത്തിൽ എന്ന് വിളിച്ചു കഴിയുന്ന ശ്രീ ബൈജു ഒരുവന്ന എൻ്റെ പ്രിയ സഹോദരൻ. പ്ലീസ് ഗീവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ടു ബൈജു. പ്രകാശ് ചേട്ടൻ, പ്രകാശ് നാരായൺ ചേട്ടൻ, ഈ സിനിമയിലേക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കും മജീഷ് ഇബ്രാഹിം. എല്ലാവർക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. അവസാനമായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ സഹിക്കുന്ന, അവസാനമല്ല ഉണ്ട് വിശാൽ ചേട്ടൻ, ലിസ്റ്റിൻ സർ, ഐ എം സോ ഹാപ്പി ദാറ്റ് യു ആർ ഹിയർ. സോ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ട്രാഫിക്കിന്റെ ടൈമിലാണ് ആദ്യമായിട്ട് കണ്ടത് ബോംബെയിൽ വെച്ച്. പിന്നെ ഞങ്ങൾ കണ്ടത് അതെ പിന്നെ ഞങ്ങൾ കാണുന്നത് ഒരു സ്ഥലത്ത് ഞങ്ങൾ രണ്ടുപേരോട് ഓംലേറ്റ് കഴിക്കണം ഒന്ന് ചേർന്ന്. ഞാൻ പറഞ്ഞു സാറൊരു പടം ചെയ്യുന്നുണ്ട്, ദയവായിട്ടൊന്ന് വന്നൊന്ന് തിരികെ എത്തിച്ചു തരണം. ഇപ്പൊ ഞാൻ എന്നെ ഇവിടെ ആർക്കും അറിയില്ല. അറ്റ്ലീസ്റ്റ് സാറൊക്കെ വരുമ്പോഴത്തേനും ആളുകൾ തിരിച്ചറിയും ഇങ്ങനൊരു സംവിധായകൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വരുന്നുണ്ട് എന്ന് തിരിച്ചറിയും. ഇഷാദ് സാർ, എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ പാതിരാത്രി 2 മണിക്ക് 3 മണിക്ക് ഒരു സീൻ എഴുതി കഴിഞ്ഞാൽ ഇത് വായിച്ചു കേൾപ്പിക്കാൻ ഒരു വൃത്തിയുടെ സ്വഭാവമുണ്ട് എനിക്ക്. ഇത് എല്ലാവർക്കും കാണും. അപ്പോൾ പെട്ടെന്ന് കയ്യിൽ കിട്ടുന്ന ഒരാളെന്ന് പറയുന്നത് ഭാര്യ മാത്രമാണ്. അപ്പോൾ ഈ രാത്രി 2 മണിക്കും 3 മണിക്കും ഉറക്കത്തെ വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് ഒരു സീൻ റെഡി ആയിട്ടുണ്ട് ഒന്ന് കേട്ടെ എന്ന് പറഞ്ഞ് ഒരുപാട് സഹിച്ചു. എനിവേ ക്രിസ്ത്യൻ ഗഡ്സ്, താങ്ക് യു ഫോർ ബീയിങ് വിത്ത് മീ. ആൻഡ് one of our director is still here in the company, Anirudh. Where is Anirudh? And Anirudh, thank you for coming and thank you so much Anirudh. And എല്ലാവരോടും ആരെങ്കിലും പേര് വിട്ടുപോകുന്ന ക്ഷമിക്കണം. ഇതൊരു വലിയ പ്രതീക്ഷയുടെ, ഒരുപാട് സ്വപ്നങ്ങളുടെ ഒരു യാത്രയാണ്. ജോകുട്ട, നമ്മൾ പറയുന്നില്ല, നമ്മൾ സിനിമയിൽ കാണിക്കാൻ പോവാണ്. നമ്മളുടെ സംഭവങ്ങൾ ഷൈൻ അറിയണ്ട. So thank you so much everybody. Thank you so much. And not last but least, thank you so much bro. Fine, yeah. നമസ്കാരം. ഇന്ന് സ്റ്റാർ സംവിധായകനാണ്. ഞാനെപ്പോഴും സംവിധായകരുടെയും ടെക്നീഷ്യൻസിൻ്റെയും കൂടെയാണ് നിൽക്കാറ്. കാര്യം വേദന എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. പക്ഷേ ഈ ഒപ്പീസ് എന്ന് പറഞ്ഞ സിനിമയിൽ
ഏറ്റവും നല്ല ടെക്നീഷ്യൻസ് ആണെന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. സന്തോഷ് സുധീർ സാറെ പോലെ എൻ്റെ പ്രിയ സുഹൃത്ത് ജയതൻ ഉൾപ്പെടെയുള്ള എല്ലാ ടെക്നീഷ്യൻസും എനിക്ക് പരിചയമുള്ളവരാണ്. കുമാരപ്പാട് എൻ്റെ കൂടെ വർക്ക് ചെയ്തതാണ്. തീർച്ചയായിട്ടും ഈ ഒപ്പീസ് എന്ന് പറഞ്ഞ സിനിമ ഒരു വലിയ ഹിറ്റാവട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഈ ഒരു പോസിറ്റീവ് ഓറയുള്ള സംവിധായകൻ എല്ലാ ഐശ്വര്യവും. താങ്ക് യു മേനേജർ സർ. വളരെയധികം നന്ദിയുണ്ട്, സന്തോഷമുണ്ട് ആർട്ട് ഡയറക്ടറായിട്ട് ഈ പടത്തിൽ വർക്ക് ചെയ്യുന്ന സാധിച്ചതിൽ. മാത്രമല്ല, അടിത്തട്ട് എന്ന് പറഞ്ഞ ചിത്രം ഞങ്ങൾ കടലിൽ പോയി ചെയ്തപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടറും അസോസിയേറ്റ് ഡയറക്ടറും ആർട്ട് ഡയറക്ടറും കോസ്റ്റ്യൂം ഡയറക്ടറും എല്ലാം ഈ പുള്ളിയായിരുന്നു ഒറ്റയ്ക്ക് നിയന്ത്രിച്ചിരുന്നത്. എല്ലാവരും അടിത്തട്ട് സംസ്ഥാന അവാർഡ് കിട്ടിയ രണ്ടാമത്തെ മികച്ച ചിത്രം. കട്ടപ്പണി എന്ന് പറഞ്ഞാൽ കട്ടപ്പണിയിടും രാവിലെ മുതൽ ഒറ്റയ്ക്ക് ഒരു 100 പേരുടെ പണി. താങ്ക് യു ഷൈൻ ചേട്ടൻ. ഷൈൻ ചേട്ടനോടെയാണ് ഞാൻ ഡയറക്ഷൻ ചെയ്ത പടങ്ങളിൽ കൂടുതൽ പടങ്ങളിലും ഷൈൻ ചേട്ടനുണ്ട്. ഷൈൻ ചേട്ടന് ഒരുപാട് പേരുടെ മുമ്പിൽ വെച്ച് ഇതേപോലെ പറയാറുണ്ട്. ഒരുപാട് ഇതാണ് എനിക്ക് ഏറ്റവും വലിയ പ്രോത്സാഹനം. ഷൈൻ ചേട്ടന് ജയൻ സാർ ഒരുപാട് സന്തോഷമുണ്ട്. ഷൈൻ ചേട്ടാ, എനിക്ക് ഈ പടത്തിൽ ഓപ്പർച്യൂണിറ്റി തന്ന നമ്മുടെ പ്രിയപ്പെട്ട സോജൻ ചേട്ടന് ഒരുപാട് നന്ദി. പ്രത്യേകം ഇപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസർ സാർ ഏറ്റവും കൂടുതൽ അതുപോലെ തന്നെ നന്ദി പറയുന്നത്. എനിക്ക് ഒരുപാട് ആഗ്രഹിച്ചു, ഒരുപാട് സന്തോഷം. ഈ പടം ഏത് പടം മിസ്സായാലും ഈ പടം മിസ്സായെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. നമ്മുടെ സന്തോഷ് തുണ്ടിയിൽ സാറിൻ്റെ ഏറ്റവും വലിയ സന്തോഷ് സാറിൻ്റെ കൂടെ ഒരു ആർട്ട് ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ഡയറക്ടറും DOPയുമാണ് ഏറ്റവും പ്രധാനം. DOPയുടെ കൂടെ ഒരു DOP ആരാണോ അതനുസരിച്ചായിരിക്കും ആർട്ട് ഡയറക്ടറുടെ എല്ലാ കഴിവും അവിടെ കാണാൻ പോകുന്നത്. അപ്പം സന്തോഷ് സാറിൻ്റെ കൂടെ ഈ വർക്ക് ചെയ്യാൻ സാധിച്ച ഒരുപാട് സന്തോഷമുണ്ട്. ഇതിലെന്നെ പരിചയപ്പെടുത്തിയ ജോസാറിനും ഒരുപാട് നന്ദി. എല്ലാവർക്കും, ഈ ക്രൂവിലുള്ള എല്ലാവർക്കും, പിന്നെ ജയചന്ദ്രൻ സാറിൻ്റെ കൂടെ ഒന്ന് ഈ വേദി പങ്കിടാൻ സാധിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ നിൽക്കുന്ന ക്രൂവിലെല്ലാം സാറ് ആദ്യം തന്നെ നമ്മുടെ ആങ്കർ പറഞ്ഞതുപോലെ തന്നെ ഈ നമ്മുടെ ടൈറ്റിൽ ക്രെഡിറ്റ്സ് ഉള്ളവരെല്ലാം തന്നെ വളരെ ലെജൻസ് ആണ്. അവരുടെ കൂട്ടത്തിൽ എനിക്ക് എൻ്റെ പേര് കൂടെ ചേർക്കപ്പെടുന്നതിനാൽ ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം. എല്ലാവർക്കും നന്ദി. സന്തോഷ് തുണ്ടിയിലെ കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയണം തോന്നിയതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള ഒരു ഛായാഗ്രാഹകനാണ് സന്തോഷ്. ചങ്ങനാശ്ശേരിയാണ് വീട്, സോജൻ്റെ വീട് ചങ്ങനാശ്ശേരിയാണ്. പക്ഷേ ഇതിനു മുമ്പ് 3-4 നല്ല സിനിമകളിൽ അദ്ദേഹം ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് പലർക്കും അറിയാത്തത് കൊണ്ടാണ് ഞാനത് ഇവിടെ പറയുന്നത്. ഒന്ന്, മമ്മൂട്ടി നായകനായ ബ്ലസ്സിയുടെ പളുങ്ക് എന്ന് പറയുന്ന സിനിമ, മോഹൻലാൽ അഭിനയിച്ച സിബി മലയിൽ സംവിധാനം ചെയ്ത ദേവദൂതൻ, സിബി മലയിലെ പ്രണയവർണ്ണങ്ങൾ, മോഹൻലാൽ നായകനായി അഭിനയിച്ച നീരാളി, ഈ സിനിമകൾ ക്യാമറ ലഭിച്ചതും സന്തോഷ് തുണ്ടിയിൽ തന്നെയാണ്. ആകാശഗോപുരം ലണ്ടനിൽ ഷൂട്ട് ചെയ്ത KP കുമാറിൻ്റെ സിനിമയുണ്ട്, അത് മോഹൻലാൽ നായകനായിരുന്നു. ആ സിനിമയുടെ ക്യാമറാമാനും നമ്മുടെ പ്രിയ സന്തോഷ് തന്നെയായിരുന്നു. ഇന്ന് ബോളിവുഡിലെ നമ്പർ 1 സന്തോഷ് ശിവനോടൊപ്പമുള്ള മലയാളിക്ക് അഭിമാനിക്കാവുന്ന രീതിയിലുള്ള ഏറ്റവും മികച്ച ഛായാഗ്രഹനാണ് സന്തോഷ് തുണ്ടിയിൽ. അദ്ദേഹത്തിന് ഈ സിനിമയിലെ ക്യാമറാമാനായി ലഭിച്ചത് വളരെയധികം ഭാഗ്യമുണ്ട്. അതിൻ്റെ നേട്ടം ഈ സിനിമയ്ക്ക് ഉണ്ടാകട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സോജൻ പറഞ്ഞിട്ട് ലാസ്റ്റായിട്ട് ഞാനാണ് സംസാരിക്കുന്നതിന്. ഒരു സോജനായിട്ടുള്ള ഒരു ബന്ധം ലിസ്റ്റിൽ പോയി 10 വർഷം പോക്കിരാജ് മുതൽ തുടങ്ങിയ ഒരു ബന്ധമാണ്. എൻ്റെ കസിൻ ബ്രദറാണ് സോജൻ. എന്താ പറയുക, 100% ഒന്നും പറയാനില്ല. ഈ ഒരു സിനിമ സോജൻ്റെ ഒരുപാട് എന്താ പറയുക സങ്കടങ്ങളും സന്തോഷങ്ങളും ഒരുപാട് കഴിവുള്ള ഒരാളെ നമുക്ക് മലയാളത്തിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ഡയറക്ടർ കിട്ടുമെന്നുള്ള ഉറപ്പാണ്. എന്നെ ഇങ്ങനെ വിളിച്ചതിന് താങ്ക് യു. ഇരിക്കുന്ന ക്രൂ, പൃഥ്വി സാറ്, ഞങ്ങൾ ഇതുപോലെ സോജനായിട്ടുള്ള ബന്ധം മുതലുള്ള ഇതാണ്. ഗസ്റ്റി ഫാമിലി എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും താങ്ക് യു.
നമസ്കാരം. ഈ ഒരു 4 വർഷങ്ങൾക്ക് മുമ്പ് ജയപ്രകാശ് കുളൂർ എന്ന് പറയുന്നതിൻ്റെ ഗുരുനാഥൻ ചോദിച്ചു, എല്ലാ സാമ്പാറിലും മുരിങ്ങക്കോലുണ്ടെന്ന് വിചാരിച്ച് എല്ലാ സിനിമയിലും നിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാനും ആലോചിച്ചു, സത്യമാണല്ലോ. അപ്പോൾ പിന്നീട് നമ്മളെ വെല്ലുവിളിക്കുന്ന ആർട്ടിസ്റ്റിനെ വെല്ലുവിളിക്കുന്ന ക്യാരക്ടർ വരുന്ന സമയത്ത് മാത്രം പോരെ എന്നങ്ങനെ വിചാരിച്ച് സന്തോഷമായിട്ട് എൻ്റെ സന്തോഷങ്ങളിൽ അങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കോള് വരുന്നു. അത് എൽദോയുടെയാണ്. അങ്ങനെ സോജംബായിയെ പരിചയപ്പെടുത്തി സംസാരിച്ചു. ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ തിയേറ്റർ നാടക പശ്ചാത്തലം ഇങ്ങനെ സംസാര വിഷയം വന്നു. അപ്പോഴാണ് അദ്ദേഹം പൃഥ്വി തിയേറ്ററിൽ നാടകം ചെയ്ത കാര്യം ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത്, ഞാൻ NS മാധവൻ സാറിൻ്റെ ഹിഗ്വിറ്റ ഒരു സോളോ പെർഫോമൻസ് ആയിട്ട് പൃഥ്വി തിയേറ്ററിൽ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ തൊട്ട് തലേ ദിവസം സോജംബായി ഡയറക്റ്റ് ചെയ്തൊരു നാടകം ഉണ്ടായിരുന്നു അവിടെ. ഞാനത് കണ്ടിരുന്നു. അന്ന് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ആളോട് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഒപ്പീസ് സാധാരണ മരണപ്പാട്ടാണെങ്കിൽ ഇതൊരു പക്ഷേ എൻ്റെ ഒരു ബർത്ത്ഡേ സോങ്ങായിട്ടാണ് ഈ സിനിമയെ ഞാൻ കാണുന്നത്. വളരെ സന്തോഷം. അതിനേക്കാൾ ഉപരി എല്ലാ സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളുടെ പിന്നിൽ നല്ല ഇമാജിനേഷൻ ഉണ്ട്. സോജൻ ഇതിനകത്ത് തിരഞ്ഞെടുത്തിരിക്കുന്ന എല്ലാം നല്ല പില്ലറിലാണ് ഇത് നിൽക്കുന്നത്, ഈ സിനിമ നിൽക്കുന്നത്. അതിന് ഈ സിനിമയുടെ എല്ലാ വിജയത്തിനും എൻ്റെ എല്ലാവിധ സപ്പോർട്ടും അറ്റ് എനി ടൈം എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണെന്ന് ഞാൻ എന്താ പറയുകയാണ്. ഒപ്പം തന്നെ എല്ലാവരും ഭാരതന്മാരായ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് പ്രൊഡ്യൂസർ സർ, ഡയറക്ടർ സർ, സന്തോഷ് സർ, പ്രിയങ്കരനായ ഷൈൻ ടോം, ഷൈനൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടിരിക്കുമ്പോൾ വളരെ ആക്റ്റീവായിട്ട് ഓടി നടന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നൊരു കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളൊക്കെ ആ സമയത്ത് കസേരയിലിരുന്ന് നല്ല സന്തോഷമായിട്ട് നല്ല ശാപ്പാടൊക്കെ കഴിച്ച് നിൽക്കുമ്പോഴും ഓരോ സീനൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി അവരൊക്കെ കഷ്ടപ്പെടുന്നു. പിന്നെ ഏറ്റവും അവസാനം മലയാളത്തെ എന്നും താരാട്ടുപാടി ഉറക്കുന്ന ആരാധ്യനായ ജയേട്ടൻ, സന്തോഷം. എല്ലാവരുടെയും കൂടെ എനിക്ക് നിൽക്കാൻ സാധിച്ചതിലും അവരോടൊപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചതിനുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. എല്ലാവിധ ആശംസകളും. നന്ദി നന്ദി നന്ദി. Ellake vanakkam, namaskaram. First of all, I would like to call on the stage my partner, Mr. Dilip Soni Jaswal ji. Please, Dilip ji. Please, आइए इधर. मैं आपके बिना मैं बोल नहीं सकता हूँ सर. Please, आइए ना, please आइए ना सर. आपके बिना खाली नहीं लग रहा. Please welcome Mr. Dilip Soni Jaswal, co-producer for this film. हिंदी में पैसा तमिल में पैसा हिंदी वाला. Yeah. Ellake vanakkam. Myself Sanjay Singh, an actor and co-producer for this film Opis from Mumbai, and I would like to thank director Sojan Garu, producer Pradhuman Garu, Shine Garu, Darshana Garu, Dikshit Garu, and all the team members of Opis for the grand success, and we are hoping to see this film to go on the floors, and जल्दी से जल्दी हम लोग इस फिल्म को पैन इंडिया रिलीज करेंगे. पैन इंडिया सर पैन इंडिया रिलीज करेंगे. पैन इंडिया रिलीज करेंगे. हिंदी, तमिल, तेलुगु, मलयालम, कन्नड़ा and all the other Indian languages. Also, I would like to thank Inshad Bhai, Movie World, honor of Movie World, Inshad Bhai sir. Inshad Bhai, please come. आइए ना. Pawan ji and Babu Raj Garu, please come on the stage. Inshad Bhai, Babu Raj Garu, please. Pawan ji, please. So, मतलब अभी मेरे पास बोलने के लिए कुछ शब्द नहीं है. I'm very happy to be here and ये मेरी पहली फिल्म है. क्या नाम है इसका? मेरा रोल क्या है खुद आप बताने के बाद में. ये मेरी पहली फिल्म है मलयालम सिनेमा में, ओपीस में. सो मैं प्रद्युमन गारू को, जो हमारी इस फिल्म के प्रोड्यूसर हैं, जिन्होंने हिंदी में, तमिल में, तेलुगु में काफी फिल्में बनाई है और भी हम काम साथ में करेंगे.
तो ये उनकी पहली फिल्म है और थैंक यू ऑल मीडिया ऑफ मलयालम सिनेमा इंडस्ट्री. आई एम वेरी हैप्पी टू सी यू गाइस. एनर्जेटिक और बहुत अच्छा काम कर रहे हैं आप लोग, इसी तरह काम करते रहें. एंड विश यू ऑल द बेस्ट. माय टीम, आवर टीम, उपीज. थैंक यू वेरी मच. थैंक यू सर. So once again, a round of applause for everyone in the dais and each and everyone who gathered over here for making this function a great function. Looking forward for the success celebration as a producer. Set. We'll see you at the movies, on theaters, on shoot, post shoot. Hopefully very soon.